ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ ശർക്കര പൊങ്കൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ 1/2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരിയോ അല്ലെങ്കിൽ സോനാ മസൂരി അരിയോ നമുക്കിതിന് ഉപയോഗിക്കാം. ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഈ സോനാ മസൂരി അരി നാട്ടിൽ കിട്ടുമോന്ന് എനിക്ക് അറിയത്തില്ല. പച്ചരി എടുത്താൽ മതി. 1/2 ഗ്ലാസ് പച്ചരി. പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിന് തന്നെ 1/4 ഗ്ലാസ് പരിപ്പ്. നമ്മുടെ ചെറുപയറില്ലേ, ചെറുപയർ, അതിന്റെ അലകാണിത്. മൂങ് ദാൽ എന്ന് പറഞ്ഞ് കടയിൽ ഇങ്ങനെ ഫ്രഷ് ആക്കി വിൽക്കാൻ ഇട്ടിട്ടുണ്ടാവും. അതാണ് ഉപയോഗിക്കുന്നത്. അപ്പം 1/2 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് പരിപ്പ്. പിന്നെ വേണ്ടത് 1 കപ്പ് ശർക്കര. 1 കപ്പ് ശർക്കര അല്ലെങ്കിൽ 1.5 കപ്പ് ശർക്കര ചേർക്കും. ഒരുപാട് ചേർത്താൽ ചെടിക്കും. അതുകൊണ്ട് 1 കപ്പ് മുതൽ 1.25 കപ്പ് വരെ കറക്റ്റ് ആയിരിക്കും. നാട്ടിൽ കിട്ടുന്ന കറുത്ത ശർക്കര എടുത്താലും മതി. പിന്നെ വേണ്ടത് 2.25 കപ്പ് വെള്ളം. ഈ അരിയും പരിപ്പും കൂടെ നന്നായിട്ട് വെന്തുടയണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ അരി എടുത്ത ഗ്ലാസ്സിൽ തന്നെയാണ് 2.25 കപ്പ് വെള്ളം എടുക്കുന്നത്. പിന്നെ വേണ്ടത് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത്. നെയ്ക്കകത്തിൽ ഇതെല്ലാം വറുത്ത് ഇതിന് മേളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു അരമണിക്കൂറിന് മുന്നേ ഞാൻ ഈ അരിയും പരിപ്പും കൂടെ ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കുതിർത്ത അരിയും പരിപ്പും കൂടെ നമുക്ക് പ്രഷർ കുക്കറിനകത്തോട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു 4 മുതൽ 5 വിസിൽ വരെ വരണം. ഫസ്റ്റ് വിസില് ഹൈ ഫ്ലെയിമിൽ ഇടുക. പിന്നെ അതിനുശേഷം സ്റ്റൗ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 4 വിസിൽ. കുക്കർ ഉപയോഗിക്കാതെ നമുക്ക് സാധാരണ ഒരു പാത്രത്തിൽ വെച്ച് വെള്ളം കൂടുതൽ വേണം. അപ്പൊ 2.25 കപ്പ് പോരായിരിക്കും. നിറയെ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് അത് വറ്റി വേവുന്ന ആ പരുവ് എടുത്താലും മതി. കുക്കറിലല്ലാതെ സാധാരണ പാത്രത്തിൽ ഇതുണ്ടാക്കാം. ഞാനിപ്പോൾ 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആ കുക്കറിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പൊ അത് വിസിൽ വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ശർക്കര ഒരു ചെറിയ പാനിയാക്കി എടുക്കാം. നമ്മൾ 1 കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ 1 കപ്പ് ശർക്കരയ്ക്കകത്തോട്ട് ഒരു പാത്രത്തിനകത്തോട്ട് എടുത്തിട്ട് ആ ശർക്കരയ്ക്ക് തൊട്ട് മുകളിൽ നിൽക്കുന്ന പോലെ വെള്ളം ഒഴിക്കണം. ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കുമ്പോഴത്തേക്ക് ശർക്കര നന്നായിട്ട് ഒഴുകി അതൊരു പാനിയായിട്ട് വരും. ഒന്നും പരുവോ ഒന്നും വേണ്ട. 1 നൂൽ പരുവോ 2 നൂൽ പരുവോ അതൊന്നും വേണ്ട. ചെറുതായിട്ട് പാനിയാവുക, അത് വെള്ളമാവുക. അതിനുശേഷം നമ്മളത് ചൂടോടെ തന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് ഒഴിക്കണം ആ പരിപ്പിനകത്തോട്ട്. അത്രയേ ഉള്ളൂ. നമ്മുടെ അരിയും പരിപ്പും കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എനിക്കൊരു 5 മുതൽ 6 വിസിൽ വരെ എടുത്തു. ഇനി നമ്മളൊരു തവി കൊണ്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. പ്രഷറൊക്കെ പോയിട്ട് വേണം കേട്ടോ എടുക്കാൻ. എടുത്തിട്ട് നന്നായിട്ടങ്ങ് കുഴയണം. പൊങ്കലായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുഴഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ തവി വെച്ച് നന്നായിട്ടങ്ങ് ഇളക്കി നന്നായിട്ട് കുഴച്ചെടുക്കുക. ശർക്കര നമ്മളിങ്ങനെ നല്ല പാനിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ഒരു അരിപ്പയ്ക്കകത്തിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിനകത്തിലും പരിപ്പിനകത്തിലും. എന്താ അരിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ചിലപ്പോൾ എന്തെങ്കിലും മണ്ണോ കല്ലൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്.
അതിനുശേഷം ആ തവി വെച്ച് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിടണം. നമ്മുടെ പൊങ്കലാവണമെങ്കിൽ നമ്മൾ നെയ്ക്കകത്തിലോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് ഇതെല്ലാം വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ആദ്യം തേങ്ങാക്കൊത്തിട്ടു. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അതിനകത്തിലോട്ട് തന്നെ മുന്തിരിങ്ങായും അതേപോലെ അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ആ ചൂട് മതി കേട്ടോ. ആ ചൂടിൽ അത് നന്നായിട്ടൊന്ന് മൂത്ത് ഇതും കൂടെ പൊങ്കലിൻ്റെ മുകളിലോട്ട് ഒഴിക്കണം. ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല. നമ്മൾ ആ ശർക്കര ഒഴിച്ച് ഇളക്കത്തില്ലേ ആ ചോറിനകത്തിലും പരിപ്പിനകത്തോട്ടും, അന്നേരം ചേർത്താൽ മതി. ഞാനത് ചേർത്തിട്ടില്ല. നല്ലൊരു മണം കിട്ടും. എൻ്റെ മോൻ അത് കടിച്ചു കഴിഞ്ഞാൽ പാടാന്ന് പറയും. അതുകൊണ്ടാണ് ഞാനത് ചേർക്കാഞ്ഞത്. അതും ചേർക്കാം കേട്ടോ. ചില വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കൊരു മധുരം കഴിക്കണമെന്നൊക്കെ തോന്നത്തില്ലേ? അന്നേരമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണിത്. പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്തെടുക്കാനും പറ്റും. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനും നല്ലതാണ്. ശർക്കര ആയാലും ചോറും പരിപ്പും എല്ലാം ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ രുചികൾ എന്ന് പേരെഴുതിയിരിക്കുന്നതിന് താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാകും. അത് നിങ്ങളെല്ലാവരും ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബെൽ ബട്ടൺ വരും. അപ്പം ഞാൻ ഈ ഫ്യൂച്ചറിൽ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് കാണാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ശർക്കര പൊങ്കൽ. വറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അത് നല്ല ഇച്ചിരി കൂടെ കളർ ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അരി, അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ശർക്കര പൊങ്കലിന് ആദ്യമായിട്ട് വേണ്ടത്, ഞാനിവിടെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം അരി പറയാല്ലേ, തെറ്റിപ്പോയി.